ആ ബാച്ചില് നമുക്ക് ഉണ്ടായ ഒരു സക്സസ് എന്ന് പറയുന്നത് ആ ബാച്ചിലെ കംപ്ലീറ്റ് പിള്ളേരെ നമുക്ക് പ്ലേസിലാക്കാൻ പറ്റി. നമ്മുടെ എല്ലാ പിള്ളേരും ഒരുമിച്ച് കണ്ടത് ഭയങ്കര സന്തോഷം. ഇപ്പൊ നമുക്ക് കോളേജ് പോലെ തന്നെ ഇങ്ങനെ ഒരു സൂപ്പുള്ള ഒരു ഗെറ്റ് ടുഗദർ വെച്ചാലും പലർക്കും മുമ്പൊക്കെ പഠിച്ച ഒരുപാട് പേരെ കാണാൻ പറ്റിയിട്ടുണ്ടാവും. നിങ്ങള് ഈ കോഴ്സ് കഴിഞ്ഞ് സക്സസ് ആയിട്ടാലും പലർക്കും ഒരു ഡ്രീം ഉണ്ടായിട്ടുണ്ടാവില്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡ് ഒരു ജോബ് വേണമെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ അത് കറക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്ത് നിങ്ങൾ ഇരിക്കുകയാണ്. അപ്പോ ആ ഒരു അച്ചീവ്മെന്റിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ ഹാപ്പി എന്ന് പറയുന്നത് ഞാൻ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് പ്ലസ് നമ്മുടെ ഒരു സപ്പോർട്ട് കൂടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്കില്ല് വെച്ച് നിങ്ങൾ പ്ലേസ്ഡ് ആവാന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്. അപ്പോ എനിക്ക് കിട്ടേണ്ട റിസൾട്ട് ഒരുപാട് പേര് തന്നിട്ടുണ്ട്. അത് പേഴ്സണലി ഞാൻ 100% ഹാപ്പിയാണ്. അപ്പോ ഈ ഒരു ഗെറ്റ് ടുഗദറിൽ അങ്ങനെ ഒരുപാട് സക്സസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് അല്ലെ, നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നതാണ്. തിരിച്ച് പഠിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നിരിക്കുന്നു. ചിലർ ഇവിടെ റീസെന്റ് കോഴ്സ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കയറിയ പ്ലേസ്ഡ് ആയിട്ട് ടീമുകളുണ്ട്. ദെൻ നമുക്ക് ഇത് മാത്രമല്ല കേട്ടോ, ഇപ്പൊ പലർക്കും ഇതിലും കൂടുതൽ സ്റ്റുഡൻസ് നമുക്ക് ഉണ്ട്. ഇപ്പോ ചിലർക്ക് സാറ്റർഡേസ് വർക്കിംഗ് ആണ്, അല്ലെങ്കിൽ വരാൻ പറ്റില്ല, അങ്ങനെ എമർജൻസി ആയിട്ടുള്ള പല റീസൺസ് പറഞ്ഞിട്ട് വരാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോ നിങ്ങൾക്ക് കിട്ടിയുള്ള എക്സ്പീരിയൻസ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിലവിൽ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ പലരും DMൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും അല്ലെ. അപ്പോ നിലവിൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ നിന്ന് കിട്ടിയുള്ള എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങിൽ കിട്ടിയുള്ള എക്സ്പീരിയൻസുകൾ, ഇപ്പൊ നിലവിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഷെയർ ചെയ്യാം മൊത്തത്തില്. ഓക്കെ അല്ലേ? അപ്പോ ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. എൻ്റെ പേര് വിഷ്ണു. ഞാൻ ഫെബ്രുവരിയിലാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം ഇവരുടെ തന്നെ ക്ലൈന്റ് ആയിട്ടുള്ള വിൻഫിൻ സൊല്യൂഷൻസ് എന്ന ഫിനാൻസ് കമ്പനിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ക്ലാസ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെന്താ പറയാ, ലൈഫ്. എൻ്റെ വീട് കണ്ണൂരാണ്. അപ്പോ ഞാനും വിഷ്ണു ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ നമ്മള് തലശ്ശേരിയിൽ വെറുതെ തെണ്ടിത്തിരിഞ്ഞ് നടന്നപ്പോ അങ്ങനെയാണ് സൂപ്പറുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഫെബ്രുവരിയിൽ കോഴ്സ് കഴിഞ്ഞു. ഏപ്രിലാണ് ഞാനൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തത്. പള്ളിക്കൽ ആഡംസ് ഹൈടെക് എന്ന കമ്പനിയിലാണ്. അന്നേരം ഇന്ത്യൻ ആയിട്ടാണ് ജോയിൻ ചെയ്തത്. ഓൾമോസ്റ്റ് ഇപ്പൊ ഏകദേശം 1 year ആയി. ആ സമയത്ത് എനിക്ക് സീനിയർ പോസ്റ്റ്, അതുപോലെ തന്നെ ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അനലിസ്റ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റിലേക്ക് ഞാൻ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ അണ്ടറിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 10 പേരുള്ള ഒരു ടീമാണ്, ഡിസൈനേഴ്സും മാർക്കറ്റേഴ്സും കൂടിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ അണ്ടറിലേക്ക് 5 ആൾക്കാർ ഇന്റർവ്യൂ നടത്താൻ വന്നപ്പോ അതില് ഇന്റർവ്യൂ നടത്തിയപ്പോ എനിക്ക് തോന്നിയൊരു സംഭവമാണ്, ഈ സൂപ്പറുള്ള റോയ് സാർ പഠിപ്പിച്ച അത്ര കൂടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും പഠിപ്പിച്ചില്ല. അങ്ങനെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നായിരുന്നു. അപ്പൊ ഇവരോടെല്ലാം ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും ഇവര് അത് പഠിപ്പിച്ചിട്ടില്ല, ഇത് പഠിപ്പിച്ചില്ല എന്നുള്ള രീതിയിലാണ്, അതായത് SEOന്റെ ബേസിക്സ് പോലും പഠിപ്പിക്കാതെയാണ് പലരും ഇങ്ങോട്ടേക്ക് വന്നിരുന്നത്. അപ്പോ ആര് വെച്ച് നോക്കുമ്പോ എനിക്ക് സൂപ്പറിൽ പഠിച്ചപ്പോ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അപ്പൊ എന്തായാലും സൂപ്പർ പഠിച്ചത് തൊട്ട് എനിക്ക് ആ ജോലി കിട്ടി. ഒരു IT ബേസ്ഡ് കമ്പനി, ഒരു ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ കുറെ ക്ലയൻസിന് കുറെ പ്രൊജക്ട് വർക്ക് ഉണ്ട്. അറ്റ് എ ടൈം കുറെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുറെ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഓവറോൾ ആണ് SMM, ഗൂഗിൾ ആഡ്സും SEOയും പിന്നെ കണ്ടന്റ് റൈറ്റിംഗും ഡിസൈനിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം ഓവറോൾ എല്ലാത്തിനും കൈവെക്കാൻ പറ്റി. അതുകൊണ്ട് അത്യാവശ്യം ഇപ്പൊ ചെറിയ നോളജ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വേറെ കമ്പനി പോയാൽ നല്ല സാലറി പാക്കേജോടെ പോകുന്ന വിചാരിക്കുന്നു. എന്തായാലും എനിക്ക് ഇത്രയും വരാനുള്ളൂ. സൂപ്പറിൽ റോയ് സാറിന്റെ അണ്ടറിൽ പഠിച്ചതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാൻ പറ്റി. ഒരുമിച്ച് ഒരു കോളേജിൽ നിന്ന് വന്നു, സൂപ്പറിൽ വന്ന് പഠിച്ചു, അതേപോലെ ഒരു കമ്പനിയിൽ പോയി ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പൊ അങ്ങനെ വന്ന 2 പേരാണ് നമ്മുടെ അക്ഷയും അതേപോലെ അനുശ്രീ. അപ്പൊ നമുക്ക് അവർക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. ഓക്കെ, ഏകദേശം ഏപ്രിൽ ലാസ്റ്റിലാണ് ഇവിടെ പഠിച്ചിറങ്ങിയത്. മെയ് 2-ാം തീയതി തന്നെ വർക്കും കിട്ടി. പെരുമ്പാവൂരാ വർക്ക് ചെയ്തത്. അവന്യ ടെക്നോളജി എന്നുള്ളൊരു പ്രൊഡക്ഷൻ ഹൗസാണ് മൂവിയുടെ. അവിടെ സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. കുഴപ്പമില്ലാണ്ട് പോകുന്നു. നമ്മൾ കുറെ പേജസും കാര്യങ്ങളുണ്ട്, മൂവി ഫിലിം മേക്കേഴ്സിൻ്റെ, അങ്ങനെ കുറെ ആക്ടേഴ്സ്, അവരൊക്കെ പേജസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം വെച്ചാൽ പുതിയിട്ടിപ്പോ ഇറങ്ങിയ അബ്രഹാം ഹോസ്റ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റി. ഹായ്, എൻ്റെ പേര് അനുശ്രീ. ഞാൻ കോഴിക്കോടാണ് സ്ഥലം. എനിക്ക് ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ രോഹിത് സാർക്ക് പറഞ്ഞത് എനിക്ക് സിസ്റ്റം ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ അല്ലാതെ വേറെ ഒരു ബസ് വരെ അത് ചെയ്യാൻ അറിയില്ലാതാണ്. അപ്പൊ സാറിന്റെ സപ്പോർട്ട് തന്നെയാണ് മെയിനായിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നത്. സാറിന്റെ സപ്പോർട്ട് ഉണ്ടാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ അബ്രഹാം ഹോസ്റ്റലർ എന്നുള്ള പടത്തില് വർക്ക് ചെയ്യാൻ പറ്റി, പ്രൊമോഷൻ ടീമിൽ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ബിഗ് സ്ക്രീനിൽ പേര് വന്നു എന്നുള്ളതാണ്. എന്നെ കൊണ്ട് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു കാര്യമാണത്. അപ്പൊ ഇങ്ങനൊരു പ്രൊമോഷനിലേക്ക് എത്തിയത് അതിന്റെ പറഞ്ഞ സൂപ്പർ തന്നെയാണ്. ഒരിക്കലും വിചാരിച്ചല്ല ഇത്ര വലിയൊരു അച്ചീവ്മെന്റ് കിട്ടും. ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ്. പിന്നെ താങ്ക് യു സൂപ്പർ, താങ്ക് യു സോ മച്ച് സാർ. അപ്പൊ നെക്സ്റ്റ് സാമ്യം,
ഭയങ്കര സൈലന്റ് ആയിട്ടിരുന്ന ആളാണ് സാവിയോ. ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് അവന്റെ നോക്കാം. ഹായ്, എൻ്റെ പേര് സാവിയോ. ഞാനിപ്പോ ഇവരിപ്പം ടെക്കിൽ വർക്ക് ചെയ്യുന്നതാണ്. അവിടെ സോഷ്യൽ മീഡിയ ആണ് ഹാൻഡിൽ ചെയ്യണത്. ഇവര് പറഞ്ഞാൽ ഇപ്പൊ ഫിലിം പ്രൊമോഷനും ചെയ്തിട്ടുണ്ട്. നമുക്ക് ജോഷർ വന്ന ഒരു ബാച്ചിൽ നമുക്ക് ടോട്ടൽ ഉണ്ടായിരുന്ന 8-9 സ്റ്റുഡൻസ് ആയിരുന്നു. നമ്മുടെ ആ ഒരു വൈശാഖും റയാനും ഇവരൊക്കെ. ആ ബാച്ചില് നമുക്ക് ഉണ്ടായ ഒരു സക്സസ് എന്ന് പറയുന്നത് ആ ബാച്ചിലെ കംപ്ലീറ്റ് പിള്ളേരെ നമുക്ക് പ്ലേസ്ഡ് ആക്കാൻ പറ്റി. ഒരു 8-9 പേര് ആ ബാച്ചിൽ ഉണ്ടായിരുന്നു. ആ 9 പേര് നമുക്ക് നല്ലൊരു കമ്പനി പ്ലേസ്ഡ് ആക്കാൻ പറ്റി. അത് സൂപ്പറിന്റെ സൈഡിൽ നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. പേഴ്സണലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൈഡിൽ നിന്ന് നല്ലൊരു അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പാലക്കാടാണ് സ്ഥലം. ഞാൻ 2022 നവംബർ അങ്ങനെയാണ് ഇവിടുത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോ ഹൈടെക് ഡയഗ്നോസ്റ്റിക് സെന്ററിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ അവിടുത്തെ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ SI വർക്ക്, വെബ്സൈറ്റിൽ SI വർക്ക് ഇതെല്ലാം ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ അവിടെ ഇപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഇപ്പൊ 27 ബ്രാഞ്ചസ് ഉണ്ട് ഇവിടെ കൊച്ചിയിൽ തന്നെ ഹൈടെക് ഡയഗ്നോസ്റ്റിക് സെന്റർ. അവിടെ കംപ്ലീറ്റ് ഗൂഗിൾ മൈ ബിസിനസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ലൊരു സപ്പോർട്ടാണ് അവിടെ സൂപ്പറിൽ നിന്ന്. അതുപോലെ തന്നെ രോഹിത് സൈഡിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ട്. ഏത് സമയത്തായാലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. അതില് ഈ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും താങ്ക് യു സാർ, സൂപ്പർ. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് വിജയ്. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്ന. എനിക്ക് എന്താ പറയണമെന്ന് അറിയത്തില്ല, പക്ഷെ ഇവിടെ വരുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. ഇവിടെ എങ്ങനെയായിരിക്കും ഇവിടുത്തെ അതായത് സാറുമായിട്ടുള്ള ഒരു സാറിനെ നേരത്തെ പരിചയമില്ലായിരുന്നു. അപ്പം ഒരു കണക്ഷൻ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സെയിം വൈബിലുള്ള ആൾക്കാർ, സാറ് മാത്രമല്ല ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നവരാണേലും സെയിം വൈബിലുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കിയത്. ഞാൻ നവംബറിലാണ് ഇറങ്ങിയത് ഇവിടുന്ന്. അപ്പൊ തന്നെ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ പ്ലേസ്മെന്റ് ആയി. ഹായ്, എൻ്റെ പേര് ആഷിഖാണ്. ഫെറോത്താണ് സ്ഥലം. ഇപ്പൊ ടെക്കേഴ്സിലെ OPSCയില് ജൂനിയർ ഔട്ട്റീച്ച് സ്പെഷ്യലിസ്റ്റിന്റെ ഒരു പോസ്റ്റിലായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പൊ ഇന്ന് കറണ്ട് ഒരു 1 month ആയി ജോബിന് കയറിയിട്ട്. അത്യാവശ്യം നല്ല പാടാണ്. വർക്ക് ഫ്രം ഹോം ആണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. 8:30 to 5:30 ആണ് വർക്കിംഗ് അവേഴ്സ്. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് നമുക്ക് വർക്കുള്ളത്. അപ്പോ ബാക്കി ഓഫീസിന്റെ കാര്യങ്ങൾ പഠിച്ച് വരുന്നുള്ളൂ. പിന്നെ അവർക്ക് അവരുടെ കുറച്ച് സോഫ്റ്റ്വെയറും കാര്യങ്ങളും അവരുടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതും പഠിച്ച് വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ടീമുണ്ട്, ടീമുകൊണ്ട് നല്ല സപ്പോർട്ട്സ് എല്ലാവരും. ഇങ്ങനെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ സൂപ്പറിനോടും പിന്നെ രോഹിത് സാറിനോടും പിന്നെ എന്റെ കൂടെ പഠിച്ച എന്റെ ഫ്രണ്ട്സിനും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറയും. എന്റെ പേര് ഇൻഷന. ഞാൻ തൃശ്ശൂരിലായിരുന്നു. ഫസ്റ്റത്തെ ഇന്റർവ്യൂ കിട്ടിയത് എന്ന് വെച്ചാൽ ചൂടുവെള്ളത്തിൽ ചാടിയ പോലെയായിരുന്നു. ഒരു 10-16 ക്ലയൻസും ഒറ്റ ഡിജിറ്റൽ മാർക്കറ്ററായ ഞാനും അവനാണ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേനും ബിഗ് ഫ്രെയിം മീഡിയ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ അഡ്വർടൈസിംഗ് ഏജൻസിയിൽ സോഷ്യൽ മീഡിയ മാനേജറായിട്ട് വർക്ക്. എന്റെ പേര് ലുഫിയ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടുന്ന് ഒരു നവംബർ 24 ഇറങ്ങിയതായിരുന്നു. നവംബർ 27 ആകുമ്പോഴത്തേനും എനിക്കൊരു കമ്പനിയിൽ കിട്ടി. അവിടെ ഞാൻ SEO ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പല വർക്കുകളും അതേപോലെ നിങ്ങളുടെ തിരക്കുകളും മാറ്റി വെച്ചിട്ടാണ് ഇപ്പോ സൂപ്പർ ലീവ് ഇവന്റ് അറ്റൻഡ് ചെയ്തത്. അതിന് എല്ലാവർക്കും താങ്ക്സ്. പിന്നെന്താ പറയാ, സ്റ്റിൽ നമുക്ക് ഗ്രോ ചെയ്യണം. നിങ്ങളിപ്പോ നിലവിലിരിക്കുന്ന ഒരു ഫീൽഡിൽ നിന്നും ഒരുപാട് പൊസിഷനിലോട്ട് നമ്മൾ കയറി പോകണം. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും ഒന്നുകൂടെ നന്നായിട്ട് നിങ്ങളുടെ സൈഡിൽ ഹാർഡ് വർക്ക് ഉണ്ടാവണം. അതേപോലെ കേറിയ പൊസിഷൻസിന്റെ മേളിൽ ഇപ്പൊ ഒരുപാട് പേര് എത്തിയിട്ടല്ല. പ്രൊമോഷൻ കിട്ടി കയറി വന്നിട്ടുണ്ട്. പലരുടെയും മൂവി പ്രൊമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്നു, ബിഗ് സ്ക്രീനിലൊക്കെ പേര് വരും. സോ ഇതൊക്കെ കേൾക്കുമ്പോൾ പേഴ്സണലി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സോ താങ്ക്സ്. ഇനി ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ.